സൗദി ജയിലിൽ മരണം കാത്തു കിടന്നിരുന്ന കോഴിക്കോടുകാരനായ അബ്ദുൾ റഹീമാണ് 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. 2-3 ദിവസമായിട്ട് പുള്ളിയെ പറ്റി നമ്മളെല്ലാവരും അറിയുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് ഒരു മാസമായിട്ട് നമ്മുടെ ബോച്ചെ ഇതിന്റെ പുറകിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല ന്യൂസ് ചാനലിലും വാർത്ത വന്ന് പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്, കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്. ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദ്യമേ തന്നെ ഒരു ഹാർട്ട്ഫുൾ താങ്ക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ പുള്ളി ഈ ചെയ്യുന്ന കാര്യത്തിന് പല ടൈപ്പ് ഓഫ് കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ആദ്യമേ എന്താണ് ഈ അബ്ദുൾ റഹീം ഇക്കയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തവരെ എന്താണ് ഇഷ്യൂ എന്ന് ഞാനൊന്ന് അറിയിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ബോച്ച ചേട്ടനെ മാത്രമല്ല നമ്മുടെ നാടിന്റെ പ്രിയ സഖാവായ ജയ് ജവാൻ ജയ് പിണറായി അണ്ണനെ പറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. എന്താണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് അറിയുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഗൾഫിൽ ജോലിക്ക് ചേർന്ന് ദിവസങ്ങൾക്കകമാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് മനഃപൂർവ്വമല്ലെങ്കിലും അബ്ദുൾ റഹീം കാരണമാകുന്നത്. ഭിന്നശേഷിക്കാരനായ കുട്ടി വാഹനത്തിൽ വച്ച് അസ്വസ്ഥനായപ്പോൾ സമാശ്വസിപ്പിക്കാൻ അബ്ദുൾ റഹീമും ശ്രമിച്ചു. ഇതിനിടെ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ യന്ത്രത്തിൽ കൈതട്ടി പ്രവർത്തനം നിലച്ചു. അതോടെ കുട്ടി മരണമടയുകയും ചെയ്തു. അബ്ദുൾ റഹീമിന് കോടതി തടവും വധശിക്ഷയും വിധിച്ചു. 34 കോടി രൂപ ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത്. ഒരു നല്ലത് ചെയ്യാൻ പോയ മലയാളി ലാസ്റ്റ് അവൻ പെട്ടു. സൗദിയിലെയൊക്കെ നിയമങ്ങളൊക്കെ കുറെയൊക്കെ നല്ലതാണ്, കുറെ നല്ലൊരു പകുതി മുക്കാലും എല്ലാം നല്ല നിയമങ്ങൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തെറ്റ് ചെയ്യാത്തൊരുത്തൻ അതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ അവന്റെ ജീവിതവും പോവും. അതാണ് സൗദി നിയമം. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇത്രയും കഠിനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പല തെറ്റുകളും നടക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവിടുത്തെ ഈ ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഈ ഒരു ലോ കാരണം ഇങ്ങനെയുള്ള ചില പ്രത്യേകിച്ച് മലയാളികൾ മാത്രമല്ല പല ഭാഷക്കാരും പോയി പെടാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ പെട്ടത് ഒരു പാവപ്പെട്ട മലയാളി 18 വർഷമായിട്ട് അവിടുത്തെ ജയിലിൽ കിടക്കുന്നു. എന്താണ് പറ്റിയതെന്ന് നിങ്ങൾ കേട്ടല്ലോ. സഹായിക്കാൻ പോയതാ പാവപ്പെട്ടവൻ, എന്തായാലും പണി കിട്ടി. പക്ഷെ സൗദിയിലെ കോടതി 18 വർഷം കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ടവനെ പുറത്ത് വിടാം, ഇത്രയും കോടി കൊടുത്താൽ എന്നുള്ളൊരു സാധനം അങ്ങോട്ട് വിട്ടു. നല്ല നിയമം അല്ലേ? എന്തായാലും കൊള്ളാം. എന്തായാലും കേരളം ഒന്നിച്ചു നിന്നു. ബോബി ചെമ്മണ്ണൂർ മുൻനിരയിൽ തന്നെ അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കാശ് നല്ല പുട്ടുപോലെ. ആദ്യമേ ബോബി ചെമ്മണ്ണൂർ തന്നെ 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പുറകെ പുള്ളി പല സ്ഥലങ്ങളിലും പോയി ഒരു യാചന എന്നുള്ള രീതിയിൽ നിന്ന് പുള്ളി കാശ് ശേഖരിക്കാൻ നിന്നു. അതിന്റെ മുന്നിൽ തന്നെ നിന്നു. പല കമ്മിറ്റികൾ രൂപീകരിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് പൈസ എന്തായാലും പുള്ളി ഒപ്പിച്ചു. ഇന്നലത്തെ കൊണ്ട് 34 കോടി രൂപ ആയിരിക്കുകയാണ്. അപ്പൊ പാവപ്പെട്ട കോഴിക്കോടുകാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. വളരെ നല്ല കാര്യം, സന്തോഷം ഉണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ചേട്ടൻ കുറെ പേര് പുള്ളിയെ പൊക്കി തന്നെയാണ് പറയുന്നത്. ഒരു 85% ആളുകളും പുള്ളി നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും പുള്ളി ചെയ്തത് നല്ലത് തന്നെയാണ്, ഒരിക്കലും തെറ്റാണെന്നൊന്നും ഒരിക്കലും പറയില്ല. പുള്ളിക്ക് ചെയ്യാൻ തോന്നിയല്ലോ, അത്രയും പുള്ളിയുടെ ടൈം എടുത്ത് പുള്ളിയുടെ എഫേർട്ട് വിട്ട് പുള്ളിക്ക് ഇറങ്ങാൻ തോന്നിയല്ലോ. എന്ന് വെച്ച് മനുഷ്യത്വം മാത്രം കണ്ടിട്ടാണ് പുള്ളി ഇത് ചെയ്തതെന്നൊന്നും പറയാൻ ഞാനില്ല. കാരണം സെൽഫായിട്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊമോഷൻ കുറെ നാളുകളായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി പുള്ളി പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം അങ്ങനെയാണ് ഇതിനെ എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെയാണെങ്കിലും ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളും പല സിനിമാക്കാരും ഉണ്ടെങ്കിൽ പോലും അവരും പ്രൊമോഷന് വേണ്ടി പലത് കാണിക്കുമെങ്കിലും ഇങ്ങനെ ഒരു കാട്ടായം കാണിച്ചു, അതായത് ഒരാൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഹി ഹാവ് ഡൺ സംതിങ് ഗുഡ് ഫോർ എ പേഴ്സൺ. സോ അതിനെ ഞാൻ ഇന്ന് റെസ്പെക്ട് ചെയ്യും. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ഇച്ചിരി തല ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് മനസ്സിലാക്കാം. പ്രൊമോഷൻ അത്രേ ഉള്ളൂ. ഒരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ 100 കോടിയുടെ കച്ചവടം ഉണ്ടാക്കുന്ന ഒരുത്തരാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ചേട്ടൻ. അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതൊന്നെങ്കിൽ പുള്ളിയുടെ PR ടീമിനെ ഉപയോഗിച്ച് ചെയ്തു, ഇല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യത്തെ പൊക്കിപ്പിടിക്കാൻ നമ്മൾ നടക്കുമ്പോൾ അതിനകത്തൂടെ പുള്ളിക്ക് തന്നെയാണ് ബെനഫിറ്റ് എന്ന് മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് ഞാൻ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം, ഒന്ന് നോക്കിയാൽ മതി. ഒരു ആലപ്പുഴക്കാരൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിലെ ഒരു പേജിൽ വന്നതാണ്. ഇനി ഒരു തരി സ്വർണം വാങ്ങാനുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ കടയിൽ നിന്ന് മാത്രമായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നിയില്ല, ഒരു സിനിമാ നടനും കണ്ട ഭാവം നടിച്ചില്ല, ഒരു സീരിയൽ നടനും മനസ്സ്
അലിഞ്ഞില്ല. വലിയ നന്മ മരങ്ങളൊന്നും റിസ്ക് എടുത്തില്ല. വലിയ കോടീശ്വരന്മാർ ബ്രാഞ്ചുകൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ. പൗരന്റെ ജീവിതവും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലുമില്ല. പക്ഷേ പലരും പലപ്പോഴും കോമാളി എന്ന് പറഞ്ഞ് അവഗണിക്കാറുള്ള ഒരു മനുഷ്യൻ. ഇരട്ട അർത്ഥമുള്ള വാക്കുകൾ തമാശ ഒളിപ്പിച്ചു വെച്ചു നടക്കുന്ന ഒരുവൻ. 1 കോടി രൂപ ഇട്ട് തന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ബാക്കി 33 കോടി തെരുവിൽ ഒരു സഹജീവിയുടെ ജീവന് വേണ്ടി തെണ്ടാനിറങ്ങിയിരിക്കുന്നു. ബാക്കി കൂടെ നിങ്ങളങ്ങ് വായിച്ചാൽ മതി. അപ്പോ കണ്ടല്ലോ സംഗതി. ബൂസ്റ്റപ്പാണ്. ബൂസ്റ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നിയിട്ടില്ല. സത്യമല്ലേ? എന്ത് ബൂസ്റ്റപ്പൊക്കെ ആണെങ്കിലും പറയുന്നത് കറക്റ്റ് ആണ്. ചില ആളുകൾ, ഞാൻ പറഞ്ഞില്ല 85% നല്ലത് പറയുമ്പോൾ ഒരു 15% മോശം പറയുന്നവര് ഞാൻ കണ്ടു ഇന്ന്. സോ അവർക്കത് മോശമായിട്ട് തോന്നാനുള്ള കാരണം ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു തോട്ട് പോകും. സത്യമാണ്. അങ്ങനെയുള്ള ആൾക്ക് ഇത്തിരി ഒന്നൊന്ന് കുശാഗ്രഹ ബുദ്ധി എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ ഇത്തിരി മറ്റേ ചൂഴ്ന്ന് ചിന്തിക്കുന്നവൻ ഇതിനകത്തോട്ടൊന്ന് കണ്ണു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി ഏതൊക്കെ തരത്തിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ബോബി ചേട്ടൻ എന്ന്. ഓക്കെ. അപ്പോൾ സംഗതി അത്രേ ഉള്ളൂ. ഇനി സ്വർണം ഇനി എവിടുന്ന് വാങ്ങുന്നത്? ഇനി സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം മേടിക്കുന്നുണ്ടല്ലോ, അത് ബോബി ചേട്ടന്റെ കടയിലെ മേടിക്കത്തുള്ളൂ എന്നുള്ള ഒരു സാധനം ഈ ഒരു ടീം, ഈ ഒരു ആലപ്പുഴക്കാരൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്തോട്ട് ആ ഒരു പേജിൽ ഇട്ടപ്പോഴത്തേക്ക് ഇത് വായിക്കുന്നവർ എന്ത് വിചാരിക്കും? ഓക്കെ, ഇനിയും അതായിരിക്കും നല്ലത്, പുള്ളിയുടെ ഇതിനകത്തുനിന്ന് എടുക്കാം, പുള്ളിയുടെ സ്വർണ്ണക്കടയിൽ പോയി എടുക്കാം, പുള്ളി നല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, സോ ഞാൻ ചെയ്യുന്നതിനകത്ത് മറ്റേ നമ്മുടെ കാരുണ്യ ലോട്ടറി ഒക്കെ ഉണ്ടല്ലോ, നല്ലത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതുപോലൊക്കെ നല്ലത് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ച് ചില ആൾക്കാർ പോയി മേടിക്കും. കാരണം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനകത്ത് പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി നല്ലത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കും കൂടെ ഇത്തിരി ഗുണം ഉണ്ടാവുമല്ലോ, ദൈവം കേൾക്കുമല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കാണും. സോ അങ്ങനെയുള്ള രീതിയിലുള്ള PR വർക്ക് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ടവോ നടക്കും. ഇതിപ്പോ ഈ ഒരു സാധനം കാണുന്നവര് തന്നെ നാളെ പോയി ബോബി ചേട്ടന്റെ കടയിൽ സ്വർണം മേടിക്കും, പുള്ളിക്ക് ലാഭോടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും അല്ല. പുള്ളിയും ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ആ ബിസിനസിന്റെ ഒരു മൂലയിൽ ഇത്തിരി മനുഷ്യത്വം പുള്ളി കാണിക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ കാണാതെ പോകരുത്. വോട്ടവോ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ചെയ്യുന്നത് പുള്ളിയും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാനിതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നതിനകത്ത് ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കോടി ഇറക്കുമ്പോൾ എനിക്ക് ഇത്രയും കിട്ടുമെന്ന് അവർക്ക് അറിയാം എന്നൊരു സാധനം പുള്ളിക്ക് മനസ്സിലാകും. എന്നിട്ടും പുള്ളി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യത്വം ഒരു സൈഡിലൊരു ഇച്ചിരി ഒരു തുള്ളിയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ പുള്ളിക്ക്. സോ അതിനെ നമ്മൾ കൂടുതലായിട്ട് മറ്റേ ചൂഷണം ചെയ്യാൻ ഞാനും പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ എനിക്കും മനസ്സിലായ ഒരു കാര്യമാണ്, അതിനകത്തൊക്കെ ഉണ്ട്. പുള്ളിയും ഗുണമില്ലാതൊന്നും അല്ല, പക്ഷെ പുള്ളി നല്ലത് ചെയ്യുന്നുണ്ട്. സോ പോട്ടെ, അതിനൊന്നും നമുക്ക് കണ്ണടച്ച് കളയാം. എന്തോരം വൃത്തികേടുകൾ ഈ നാട്ടിൽ നടന്നിട്ട് നമ്മൾ കണ്ണടച്ച് കളയുന്നു. അപ്പൊ പിന്നെ ഇതൊക്കെ നമുക്ക് വിട്ടുകളയാം. എന്നിട്ട് കുറച്ചുകൂടെ മറ്റേ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവന്മാരെ പിടിക്കുക, അവന്മാർ റണ്ണാക്കി കൊടുക്കുക. ഞാൻ അങ്ങനെ ഒരു സാധനം ഇന്ന് രാവിലെ കണ്ടു, ഇവിടെ കാണിച്ചു തരാം, അതും കൂടെ ഒന്ന് കാണും. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ചില ചേട്ടന്മാർ എന്റെ നെഞ്ചത്ത് കയറാൻ വരും. ഐ ഡോണ്ട് കെയർ. ഞാനിവിടെ പറയാനുള്ള കാര്യം. ഓക്കെ, അതിനകത്ത് എനിക്ക് ഓരോരുത്തരെയും പേടിയില്ല കേട്ടോ. കണ്ടു നോക്ക്. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിനായി മലയാളികൾ കൈകോർത്ത് 34 കോടി സമാഹരിച്ചതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെറുപ്പിന്റെ പ്രചാരകർ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ മാനവികതയുടെ ഗാഥയിലൂടെ മലയാളികൾ പ്രതിരോധം ഉയർത്തിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വർഗീയതയ്ക്ക് തകർക്കാനാകാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളം എന്ന് തെളിയിക്കപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തുള്ളി പോലും ഉളുപ്പില്ലാത്ത ഒരു മുഖ്യൻ, ഒരു തുള്ളി പോലും. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇയാൾ എന്ത് ചെയ്തു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പാർട്ടി എന്ത് ചെയ്തു? ഇയാളുടെ പാർട്ടി എന്നല്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ഇവിടെ എന്തെങ്കിലും തേങ്ങ ഉണ്ടാക്കിയോ? പൊക്കി പിടിച്ച് രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കുന്നവന്മാരോടാ എന്റെ ചോദ്യം. എന്തെങ്കിലും ഇങ്ങനെ ഒരു സാധാരണക്കാരന് ഒരു പ്രശ്നം വന്നപ്പോ എന്തെങ്കിലും ചെയ്തോ? ഒരു തേങ്ങയും ചെയ്തില്ല, ഇനി ചെയ്യത്തുമില്ല, എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ മാത്രം. ബോബിയുടെ കാര്യം നിങ്ങൾ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുള്ളി ചെയ്തല്ലോ, അങ്ങനെ ചിന്തിക്ക്, ചെയ്തല്ലോ. ഇവിടെ ചില വന്നിരുന്ന് മറ്റേ വലിയ കഥകൾ അടിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മറ്റേ ടൈപ്പ് ചെയ്ത് വിടാനും അണ്ണന് പറ്റും. മുഖ്യമന്ത്രിയാണ്, അതൊന്ന് ആലോചിക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്കൊക്കെ എന്ത് തേങ്ങയാ പറ്റുന്നത്, വന്നിരുന്ന് വീഡിയോ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റുന്ന കാര്യം ഇതാ, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടാകുന്ന കോൺട്രവേഴ്സി, അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക, അതേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ നാടിന്റെ ഭരണകർത്താവ് എന്ന് പറഞ്ഞ് മേൽപോട്ട് നോക്കി ഇരിപ്പുണ്ടല്ലോ, അവന്മാർക്ക് ചെയ്യാലോ, ഇറങ്ങി കാശ് സംഭരിച്ചു കൊടുക്കാലോ, കാശ് കാശ് ശേഖരിച്ചു കൊടുക്കാലോ, ഒന്നും വേണ്ട. രാഷ്ട്രീയ പാർട്ടിയിൽ അവരുടെ ഒന്നും ഫണ്ടിൽ നിന്ന് എടുക്കണ്ട, അതൊന്നും നടക്കത്തില്ല. പക്ഷെ ഒന്ന് മുന്നിട്ട് ഇറങ്ങാലോ എന്തെങ്കിലും ഒരു കാര്യത്തിന്. അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. അതിനെ ബോച്ചെ തന്നെ വേണ്ടി വന്നില്ലേ?
എനിക്ക് പേഴ്സണൽ ഒരു കാര്യം, ഇങ്ങനെ ബോച്ച് അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ഇവിടെ, കുറെ ഞാൻ വേറെ പേരുകൾ ഇവിടെ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം കൊണ്ട് വരും പൊക്കി പിടിച്ച്. അത് കുറച്ചും കൂടെ കോൺട്രവേഴ്സി ആയി പോകും. അത്രയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഇപ്പൊ താല്പര്യമില്ല, അടുത്ത ദിവസം തരാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചേട്ടന്മാരുണ്ട് ഇവിടെ, അവര് മുന്നോട്ട് വരട്ടെ. അവരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് അവർ ഉപയോഗിക്കുന്നുണ്ട് ജനങ്ങളെ ചെറിയ രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവരെ കൊണ്ട്. സോ അവരൊക്കെ മുന്നോട്ട് വരണം, അവരൊക്കെ ഈ രാജ്യം ഭരിക്കാൻ വരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, വിശ്വസിക്കുന്നതെന്നല്ല, എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പേഴ്സണലി. എനിക്ക് തോന്നിയൊരു കാര്യം ഇത് കണ്ടല്ലോ, വെറുതെ റോഡിന്റെ സൈഡിൽ ഇത്തിരി അപ്പി കിടപ്പുണ്ടെങ്കിൽ അത് എൻ്റെ അപ്പിയാന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മന്ത്രിയൊക്കെ, അതിനകത്തൊന്നും ഞാൻ എന്തെങ്കിലും ഗുണം കിട്ടിയാലോ അത് പൊക്കിയെടുത്തോണ്ട് വീട്ടിൽ ചെന്നാലേ, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു മന്ത്രിയാണ്. എന്തായാലും ദൈവം സഹായിച്ച് കേരളത്തിന് ഇപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു ന്യൂസ് കേട്ടപ്പം. അതിന്റെ ഇടയിൽ കൂടെ മറ്റേ CAA അതൊക്കെ കുത്തിക്കയറ്റാൻ, മതം കുത്തിക്കയറ്റാനുള്ള ഒരു ഐറ്റം ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത് എന്ത് കാര്യത്തിന്? ഇതൊന്നും എന്താ ആരും മനസ്സിലാക്കാത്തതെന്ന്. അത് മാത്രമല്ല എനിക്കൊരു സങ്കടം, എത്രയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇതിപ്പോ ഈ ഒരു വാർത്ത ഇട്ടാൽ പോലും, ഈ ഒരു സാധനം ഞാൻ പറഞ്ഞാൽ പോലും എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ കൂടുതൽ ചെയ്യാറുള്ളത് ഈ അടുത്തായിട്ട്. ആൾക്കാർക്ക് വേണ്ട, ഒന്നും അറിയണ്ട, കണ്ണടച്ച് വിടുക. ഞാൻ പറഞ്ഞു, ഞാനും കണ്ണടയ്ക്കും. ഞാനിപ്പോ ബോച്ചയുടെ ഈ ഒരു കേസിൽ അതിന് മാത്രമേ ഞാൻ കണ്ണടച്ച് വിടുന്നുള്ളൂ. കാരണം പുള്ളി നല്ലത് ചെയ്യുന്നുണ്ടോ. അപ്പൊ പിന്നെ പുള്ളി കുറച്ച് അപ്പുറത്തൂടെ പുള്ളിയുടെ PR വർക്ക് വഴി പുള്ളിയുടെ പേര് പൊക്കാൻ നോക്കിയാലും വിട്ടുകളയുക. നല്ലത് ചെയ്യുന്നുണ്ട്, എനിക്കോ നിനക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തിരി നല്ലത് കിട്ടുന്നുണ്ട്. ഈ ഒരു കേസിൽ, അബ്ദുൾ റഹീമിന്റെ കേസിൽ പുള്ളിയുടെ ഇത്രയും കാശ് ഒപ്പിച്ചു, പുള്ളി നാട്ടിലേക്ക് വരാൻ പോവുക. ഇപ്പൊ പുള്ളി ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് നമ്മുടെ ബോച്ച പറയുന്നുണ്ടായിരുന്നു, ബോച്ചയുടെ കാറ് റോൾസ് ഓടിക്കാൻ വേണ്ടി ഇനിയും പുള്ളിയായിരിക്കും ഏൽപ്പിക്കുന്നതെന്നൊക്കെ. അതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ മാറ്റി പറഞ്ഞത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്താണ്, ഒരു കട ഇട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും കാശ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തെണ്ടി നടന്നും കയ്യിൽ നിട്ടും ഒക്കെ പുള്ളി കൊണ്ടുവരുന്നില്ലേ ആ മനുഷ്യനെ, അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പുള്ളി എന്തൊക്കെ പുള്ളിയുടെ പേര് ഇതിനകത്ത് പൊക്കാൻ വേണ്ടി കാണിക്കുന്നെന്ന് പറഞ്ഞാലും തെറി പറയാൻ തോന്നുന്നില്ല. ഓക്കെ, നേരെ മറിച്ചത് ഇങ്ങനെ വേറൊരുത്തന്റെ തീട്ടത്തിന്റെ പുറകെ പോകുന്ന കുറെ വാണങ്ങളുണ്ട് ഇവിടെ, വാണക്കേസുകൾ. അവരെ തെറി പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ, ഒരു കാര്യമില്ലാതെ വെറുതെ വല്ലവന്റെ പുറകെ. കഷ്ടം. കേരളം എന്തെങ്കിലും മാറ്റം വരുമോ ഇവിടെ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നേ ഇല്ല. ഇങ്ങനെയുള്ള കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം, ഒരു പാർട്ടിയെന്നല്ല വേറെ ഏതൊരു പാർട്ടിയാണെങ്കിലും എല്ലാത്തിനകത്ത് കാണുമല്ലോ ഇങ്ങനെയുള്ളവന്മാര് ഭരിക്കുന്ന പാർട്ടികൾ ഉള്ളിടത്തോളം കാലം ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഓരോ ചേട്ടന്മാര് ഇറങ്ങണം, ബോബി ചെമ്മണ്ണൂരും അങ്ങനെയുള്ളവർ വല്ലതൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ.